നാം മലകൾ തുറന്നുകൊണ്ടിരുന്നാൽ ഇപ്രാവശ്യം 81 ഉരുൾപൊട്ടൽ എന്നുള്ളത് അടുത്ത പ്രാവശ്യം 810 ചെന്ന് നിന്നേക്കാം. കടലിനോട് കളിക്കരുത്. കടൽക്കര മുഴുവൻ കടൽ ഭിത്തി കെട്ടി കടലിനെ തടുക്കാം എന്നുള്ള വ്യാമോഹം ഇനി വേണ്ട. തീരത്ത് നിന്ന് 50-100 മീറ്റർ മാറിയേ ഇനി അങ്ങോട്ട് നിർമ്മാണങ്ങൾ പാടുള്ളൂ. ഓരോ വർഷവും ശരാശരി കേരളത്തിന് 2 മീറ്റർ തീരനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അശാസ്ത്രീയമായ പൊലിമുട്ട് നിർമ്മാണങ്ങളും മണൽ ഖനനങ്ങളും ഇതിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഇനി അങ്ങോട്ട് പ്രളയവും പേമാരിയും കൊടുങ്കാറ്റും നൂറ്റാണ്ടിലോ പതിറ്റാണ്ടിലോ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസമാണെന്നുള്ള ധാരണ നാം മാറ്റിയേ മതിയാകും. മാറി ചിന്തിക്കുക, മാറി പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ പ്രകൃതി നമ്മെ കേരളത്തിൽ നിന്ന് മാറ്റും. നമസ്കാരം. ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും നാം കൂടുതൽ ജാഗരൂകരാകുന്നു. ദുരന്ത നിവാരണ സേനയ്ക്ക് രൂപം കൊടുക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ നിർമ്മിക്കുന്നു. വീണ്ടും അടുത്ത ഒരു ദുരന്തം വരെ നാം ഉറക്കത്തിലാണ്ടു പോകുന്നു. ദുരന്തം ഒരു പുനരാവർത്തനം പോലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട കേരളവും കേരളീയരും നമുക്ക് നഷ്ടമാകുന്നു. എങ്കിലും ദുരന്തത്തെക്കുറിച്ചോ വരാനിരിക്കുന്ന ദുരന്തത്തെ മുൻകൂട്ടി കാണുവാനോ നമുക്ക് സാധിക്കുന്നില്ല, മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ വയനാട് വരെ എത്തി നിൽക്കുന്ന ദുരന്തത്തിന്റെ സാക്ഷ്യപത്രം. ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ നാം ഓരോരുത്തരുമാണ് എന്നുള്ള ഏറ്റവും ലളിതമായ ഉത്തരം ഉൾക്കൊള്ളുവാനോ അതനുസരിച്ച് ജീവിക്കുവാനോ നാം തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഏറ്റവും ഉത്തമമായ പാഠം. ആദ്യത്തെ പാഠം, പ്രകൃതിയെ ഏതെല്ലാം വിധത്തിൽ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നുവോ അത് അത്രത്തോളം തന്നെ ആഞ്ഞടിക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലായാലും കരയായാലും മലയായാലും ഇത് തന്നെയാണ് മനുഷ്യന് നൽകുന്ന പാഠം. കടൽ കവർന്നെടുത്താലും കര കവർന്നെടുത്താലും മല തുരന്നെടുത്താലും മനുഷ്യന് പിന്നീട് അവ തിരിച്ചടിയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഓരോ ദുരന്തം കഴിയുമ്പോഴും നാം ജാഗരൂകരാകുന്നു. ഇനിയൊരു ദുരന്തം നമ്മെ ബാധിക്കില്ല എന്ന മട്ടിൽ കുറെ പഠന ക്ലാസുകൾ രൂപീകരിക്കുന്നു. ദുരന്ത നിവാരണ സേനയ്ക്ക് ആക്കം കൂട്ടുന്നു. എന്നാൽ ഇതെല്ലാം അടുത്ത ദുരന്തം വരെ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഇപ്പോഴും കേരളീയന്റെ തലയ്ക്ക് മുകളിൽ ടൈം സെറ്റ് ചെയ്തു വെച്ച ജലബോംബ് പോലെയാണ് മുല്ലപ്പെരിയാർ എന്ന ഡാം നിൽക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കേരളത്തിലെ 5 ജില്ലകൾ അറബിക്കടലിൽ പോയി പതിക്കുമാറുള്ള സുരക്ഷാ ഭീഷണിയാണ് മുല്ലപ്പെരിയാർ എന്ന ഡാം നമുക്ക് ഉയർത്തുന്നത്. 124 വർഷം പഴക്കമുള്ള ഈ ഡാം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിലെ 5 ജില്ലകൾക്ക് മനസമാധാനമായി ഉറങ്ങാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് മഴക്കാലത്ത് എന്നുള്ളതാണ്. ഇപ്പോൾ വയനാട്ടിൽ ഇത്രയും വലിയ, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമുണ്ടായിട്ട് പോലും നാം മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ അതിശയകരമായ വസ്തുത. ഇവിടെ പലരും പല രീതിയിലുള്ള മുന്നറിയിപ്പുകളും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നാം അവഗണിക്കുന്നു. ഒന്നുകിൽ നാം ഇതിനോട് താല്പര്യം കാണിക്കുന്നില്ല, അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം മുൻകരുതലുകൾ അവഗണിക്കുന്ന ചില നേതാക്കളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ, കേരളത്തെ ഗുരുതി കൊടുക്കുന്നതിന് സമാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനോട് കേരളത്തിലെ സാധാരണ ജനങ്ങളും കണ്ണടച്ചു നിൽക്കുന്നു. ഒരു അപകടമോ ദുരന്തമോ ഉണ്ടാകുമ്പോൾ കുറെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം എല്ലാം തണുത്തുറഞ്ഞു പോകുന്നു. ഇതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു നാവികസേന ഉദ്യോഗസ്ഥനായ നോബിൾ പരേര എന്ന് പറയുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ മലയെയും കാടിനെയും കടലിനെയും കയ്യേറി ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല. ഇനി വരുന്ന മാനവരാശിക്ക് ആവാസ യോഗ്യമായ കെട്ടിട നിർമ്മിതിയിൽ പോലും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വില കൂടിയ കെട്ടിട നിർമ്മിതികൾ പോലും മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു കാരണവശാലും കടൽ കയ്യേറരുത്, മലകൾ കയ്യേറരുത്, ഒരു കാരണവശാലും കാട് കയ്യേറരുത്. ഇത്തരം ലളിതമായ ചില പാഠങ്ങൾ ഇദ്ദേഹം പറഞ്ഞു തരുന്നു. എന്നാലും ആരും ഇതനുസരിക്കുന്നില്ല. അദ്ദേഹം തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ഇത് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു, ഇനി 1 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷമോ ഇത് തന്നെ പ്രസിദ്ധീകരിക്കേണ്ടി വരും. കാരണം നമ്മുടെ ജനം അത്രത്തോളം പുറകിലാണ് ചിന്തിക്കുന്നത് എന്നാണ് നോബിൾ പരേര പറയുന്നത്. ഈ നാവികസേന ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങൾ അത്രയും അന്വർത്ഥം തന്നെയാണ്. നമ്മൾ വലിയ കോട്ടകളും കോട്ട മതിലുകളും കെട്ടി ഭൂമിയെ സംരക്ഷിക്കുന്നു എന്ന വ്യാജേന മനുഷ്യൻ ആവാസ കേന്ദ്രങ്ങൾ ഒരുക്കുന്നു. എന്നാൽ ഈ ആവാസ കേന്ദ്ര നിർമ്മിതികളെല്ലാം ഭൂമിക്ക് വിനയായി പതിക്കുന്നു എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. പഴയ കാലത്തെ മുൾവേലികളും അല്ല എന്നുണ്ടെങ്കിൽ പൂവേലികളുമെല്ലാമാണ് ഇനി പുനഃസൃഷ്ടിക്കേണ്ടത്. ഒരു കാരണവശാലും കൽഭിത്തികൾ അടച്ചുകെട്ടി നീരൊഴുക്ക് തടയാൻ പാടില്ല. ജലാശയങ്ങളോ പുഴകളോ കടലോ ഒരു കാരണവശാലും കയ്യേറാൻ പാടില്ല. പെയ്യുന്ന മഴകൾ അത്രയും ഭൂമിയിൽ താഴ്ന്ന് കടലിൽ പതിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾക്ക് നാം സാക്ഷികളാകേണ്ടി വരും. മൂകസാക്ഷികളായി നിൽക്കുവാൻ പോലും നമുക്ക് സാധിക്കാത്ത അവസ്ഥ വരും. കാരണം മാനവരാശി ഇനി ഉണ്ടായി എന്ന് വരില്ല, ഈ ഭൂമി തന്നെ ഉണ്ടായി എന്ന് വരില്ല.
നാവിക ഉദ്യോഗസ്ഥനായ നോബിൾ പരേരയുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇനിയെങ്കിലും ഒരു ദുരന്തത്തിന് നാം ഭാഗവെക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ നമുക്ക് കൃത്യമായി ചെയ്യാൻ, പ്രതികരിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി പ്രതികരിക്കാം, പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി പ്രവർത്തിക്കണം. നോബിൾ പരേരയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം പ്രിയപ്പെട്ട മലയാളികളെ. കേരളത്തിൽ ഇനിയൊരു പ്രളയമുണ്ടാകും. ഭയപ്പെടുത്തുന്ന ചോദ്യമാണ്. പക്ഷേ ഓരോ മലയാളിയും സ്വയം ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ പുറത്തു പറയാൻ ഭയമാണ്. കാരണം എന്റെ വായിൽ നിന്ന് ഇനിയൊരു പ്രളയം ഉണ്ടാകും എന്ന് പറഞ്ഞ് ആരെങ്കിലും കേട്ടിട്ട് അങ്ങനെ സംഭവിച്ചാൽ അവരുടെ ശാപം എന്നിൽ വന്ന് പതിക്കുമോ എന്നുള്ള ഭയം. കേരളത്തിൽ കൂടുതലും മഴയുണ്ടാകുന്നത് അറബിക്കടലിലെ നീരാവി മേഘങ്ങളാകുമ്പോഴാണ്. സ്കൂളിൽ വച്ച് മഴയുടെ സൈക്കിൾ നാം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. അന്തരീക്ഷത്തിലെയും ജലോപരിതലത്തിലെയും ഊഷ്മാവ് ഏകദേശം 25 ഡിഗ്രി സെന്റിഗ്രേഡിൽ എത്തുമ്പോഴാണ് ജലം നീരാവി പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നത്. കാറ്റും അന്തരീക്ഷ മർദ്ദവും ഇതിന് അനുകൂലമായ ഘടകങ്ങളുമാണ്. 1982 മുതൽ 2011 വരെയുള്ള 29 വർഷ കാലയളവിൽ അറബിക്കടലിൽ ഉണ്ടായ ഊഷ്മാവ് വർധന 0.6 ഡിഗ്രിയാണ്. 2011 മുതൽ 2019 വരെയുള്ള 9 വർഷത്തിനിടയിലുണ്ടായ ഊഷ്മാവ് വർധന 0.4 ഡിഗ്രി. ഇപ്പോൾ തന്നെ കേരളത്തിന്റെ തീരക്കടലിലും ഉൾക്കടലിലും ഊഷ്മാവ് ഏകദേശം 28-നും 29-നും ഇടയ്ക്കാണ്. ഭൂമധ്യരേഖയുടെ വടക്കുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഊഷ്മാവ് 30 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞു. ബംഗാൾ ഉൾക്കടലിലെ ഭൂരിഭാഗവും ഇപ്പോൾ 29 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. ആഗോള താപനില നാം അനുദിനം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഇനി അങ്ങോട്ട് കേരളത്തിൽ മഴ കൂടാനേ സാധ്യതയുള്ളൂ. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അറബിക്കടലിലുണ്ടായ ചുഴലികളായ ഓഖിയും ലുബാനും വായുവും കേരളത്തെ തൊട്ടില്ല എന്ന മട്ടിൽ പടിഞ്ഞാറോട്ട് കടന്നുപോയത് ഭൂമിയുടെ കൊറിയോലിസ് ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ ചിലപ്പോൾ ചുഴലികൾ ഗതി മാറി കിഴക്കോട്ടും സഞ്ചരിക്കാറുണ്ട്. കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ ഉത്ഭവിക്കുന്ന ചുഴലികളൊന്നും തന്നെ പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലെത്തില്ല എന്നുള്ള ധാരണയും നാം മാറ്റേണ്ടിയിരിക്കുന്നു. 2000 കഴിഞ്ഞുള്ള പതിറ്റാണ്ടിലുണ്ടായ ചുഴലികളേക്കാൾ 3 മടങ്ങ് കൂടുതലാണ് 2010 കഴിഞ്ഞുള്ള ഈ പതിറ്റാണ്ടിൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടായിട്ടുള്ളത്. ഓരോ വർഷവും ചുഴലിയുടെ ശക്തി കൂടിക്കൂടി വരികയാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ശാസ്ത്രീയമായ രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആയതിനാൽ ഇനി അങ്ങോട്ട് പ്രളയവും പേമാരിയും കൊടുങ്കാറ്റും നൂറ്റാണ്ടിലോ പതിറ്റാണ്ടിലോ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസമാണെന്നുള്ള ധാരണ നാം മാറ്റിയേ മതിയാകും. ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നമുണ്ട്. അവരെന്തെങ്കിലും ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ IAS പറയണം, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് പറയണം. ഞങ്ങൾക്ക് അതിവിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യുവാൻ ആവശ്യമായ നല്ല വിദ്യാഭ്യാസം ലോകത്തിലെ നല്ല സർവകലാശാലകളിൽ നിന്ന് നേടിയവരാണ് ഞങ്ങൾ. ആയതിനാൽ ദയവായി ശ്രമിക്കുക. മഴവെള്ളത്തെ ഭൂമിയിൽ ഇറങ്ങാൻ അനുവദിക്കുക. മഴവെള്ളത്തെ തടയുന്ന രീതിയിലുള്ള ഓടുപാകലും സിമന്റ് സ്ലാബുകളും നമ്മുടെ മുറ്റത്തിൽ നിന്ന് മാറ്റുക. ഇനി അങ്ങോട്ട് മണ്ണിൽ നിന്ന് ജലത്തിനെയും വെളിച്ചത്തെയും മറയ്ക്കുന്ന ഒരു വിധിയും നാം കാണിക്കരുത്. യാതൊരു കാരണവശാലും തോടുകളും പാടങ്ങളും നികത്തരുത്. പുഴകളുടെയും തോടുകളുടെയും ആഴവും വീതിയും കൂട്ടുക. അതുവഴി അവയ്ക്ക് കൂടുതൽ ജലം സംഭരിക്കുവാനും പെട്ടെന്ന് ജലത്തിന് കടലിലോട്ട് ഒഴുകി ചെന്ന് ചേരുവാനും സാധ്യമാകും. മതിൽ, കോട്ടമതിൽ എന്നിവ പാടില്ല. അതിന് പകരം ചെടികളും മരങ്ങളും ഉപയോഗിച്ചുള്ള വേലിക്കെട്ടുകളാകാം. ഭവന നിർമ്മാണ രംഗത്ത് കാതലായ മാറ്റം നാം വരുത്തിയേ മതിയാകും. പരന്ന വീടുകൾ പാടില്ല, ആവശ്യത്തിന് ഉയരങ്ങളിലേക്കാകാം. വലിയ വീട് നിർമ്മാണം വലിയ നികുതി ചുമത്തി നിരുത്സാഹപ്പെടുത്തുക. പ്രീ ഫാബ്രിക്കേറ്റഡ് ഭവന നിർമ്മാണ രംഗത്തേക്ക് നാം മാറിയേ മതിയാകും. മേൽത്തരം സിമന്റും ഫൈബറും ഉപയോഗിച്ചുള്ള പാളികളാണിത്. ഉരുക്ക് ഫ്രെയിമും കൂടിയായാൽ ആജീവനാന്തം നിലനിൽക്കും. അല്ലാതെ നാം മലകൾ തുറന്നുകൊണ്ടിരുന്നാൽ ഇപ്രാവശ്യം 81 ഉരുൾപൊട്ടൽ എന്നുള്ളത് അടുത്ത പ്രാവശ്യം 810 ചെന്ന് നിന്നേക്കാം. അവസാനമായി കടലിനോട് കളിക്കരുത്. കടൽക്കര മുഴുവൻ കടൽ ഭിത്തി കെട്ടി കടലിനെ തടുക്കാം എന്നുള്ള വ്യാമോഹം ഇനി വേണ്ട. തീരത്ത് നിന്ന് 50-100 മീറ്റർ മാറിയേ ഇനി അങ്ങോട്ട് നിർമ്മാണങ്ങൾ പാടുള്ളൂ. ഓരോ വർഷവും ശരാശരി കേരളത്തിന് 2 മീറ്റർ തീരനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണങ്ങളും മണൽ ഖനനങ്ങളും ഇതിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിന് നന്മയുടെ ഒരു കണിക പോലും നൽകില്ല. പകരം അത് നൽകാൻ പോകുന്നത് തിരുവനന്തപുരത്തെ തീരദേശത്തിന് വലിയ ദുരന്തങ്ങളാണ്.
വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിന് തന്നെ ആപത്താണ്. ആലപ്പാടിലെ കരിമണൽ ഖനനം ചിലപ്പോൾ നമുക്ക് നക്കാപ്പിച്ച നൽകിയേക്കാം, പക്ഷെ നാം ഒരു വലിയ ദുരന്തം ഇരന്നു വാങ്ങുകയാണ്. ആയതിനാൽ നാം മാറി ചിന്തിക്കുക, മാറി പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ പ്രകൃതി നമ്മെ കേരളത്തിൽ നിന്ന് മാറ്റും. I know there won't be much viewers for this video this time around as the threat of floods are over in Kerala. But I may be forced to repost this video after the floods again, maybe within the next year or maybe after 5 years. I'm Captain Noble Pereira signing off on the 1st September 2019. Thank you for watching.